UK ഇമിഗ്രൻസിന്റെ അഥവാ കുടിയേറ്റക്കാരുടെ നാടായി ഹബ്ബായി മാറിയതോടെ വൻതോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി UK ഗവൺമെന്റ് 5 പോളിസി ചേഞ്ചിന് പുറമെ ഇപ്പോഴിതാ പിന്നെയും മാറ്റങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിയമങ്ങളിൽ കാർക്കശ്യം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് UK സർക്കാർ. ഇതോടെ ഫാമിലി വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുവാനിരുന്നവർക്ക് കനത്ത തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ നീക്കങ്ങളെല്ലാം. കുടുംബാംഗത്തിന്റെ വിസ സ്പോൺസർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ വരുമാന പരിധി കുത്തനെ ഉയർത്തിയാണ് പുതിയ നീക്കം UK ഗവൺമെന്റ് നിലവിൽ നടത്തിയിരിക്കുന്നത്. കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ പദ്ധതികളുടെ ഭാഗമായാണിത് എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വരുമാന പരിധി 18,600 പൗണ്ടിൽ നിന്നും 29,000 പൗണ്ടായി ഉയർത്തിയാണ് ഈ നീക്കം. 55% വർധന. അടുത്ത വർഷം ഇത് 38,700 പൗണ്ടായി വർദ്ധിപ്പിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള വലിയ പദ്ധതി ആഭ്യന്തര സെക്രട്ടറി പ്രഖ്യാപിച്ച ആഴ്ചകൾക്കുള്ളിലാണ് ഈ മാറ്റം. സ്റ്റുഡന്റ് വിസ റൂട്ട് നടപടികൾ കർശനമാക്കുവാനുള്ള ബില്ല് 2023 മെയ് മാസത്തിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ പരിഷ്കാരം. സ്റ്റുഡന്റ് വിസയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനോടൊപ്പം തന്നെ നാഷണൽ ഹെൽത്ത് സർവീസ് ഉപയോഗപ്പെടുത്തുന്ന വിദേശ പൗരന്മാർക്ക് ഹെൽത്ത് സർചാർജിൽ 66% വർധനവുമുണ്ട്. ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയം കൂടിയാണ് ഇമിഗ്രേഷൻ. ഋഷി സുനകിന്റെ പാർട്ടിയായ കൺസർവേറ്റീവ്സ് തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി നേരിടുമെന്നുമാണ് ഇതിനോടകം തന്നെ സർവേകൾ സൂചിപ്പിക്കുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കുവാനും രാജ്യത്ത് വരുന്നവർ നികുതിദായകർക്ക് ഭാരമാകാതിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ അത് ലക്ഷ്യമിട്ടുള്ള സുനകിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പുതിയ മാറ്റങ്ങളെല്ലാം. വൻതോതിലുള്ള കുടിയേറ്റത്തിൽ നമ്മൾ അവസാനം പോയിന്റിലെത്തിയെന്നും ബ്രിട്ടീഷ് ജനതയ്ക്ക് സ്വീകാര്യമായ രീതിയിൽ എണ്ണം കുറയ്ക്കുന്നത് എളുപ്പത്തിലുള്ള പരിഹാരമല്ലെന്നും UK മന്ത്രി ജെയിംസ് ക്ലവർലി പറഞ്ഞു വെക്കുന്നുമുണ്ട്. അതേസമയം UKയിൽ കുടുംബമായി സെറ്റിലാകാമെന്ന എമിഗ്രൻസിന്റെ സ്വപ്നങ്ങൾക്കുള്ള കൂച്ചുവിലങ്ങായി കൂടി മാറുകയാണ് ഈ പുതിയ നിയമങ്ങളെന്ന് പറയാതെ വയ്യ.